ഇപ്പോൾ നേരത്തെ പറഞ്ഞ 23 എന്നത് 24 മലയാളികളായി മാറിയിട്ടുണ്ട്. ഒരാളെ കൂടി തിരിച്ചറിഞ്ഞു. അത് വർക്കല ഇടവ സ്വദേശിയായ ശ്രീജേഷ് തങ്കപ്പനാണ് മരിച്ച മറ്റൊരു മലയാളി. ഈ എല്ലാവരുടെയും മൃതദേഹങ്ങൾ നാളെ രാവിലെ എത്തിക്കുമെന്ന് തന്നെയാണ് അറിയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊച്ചിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. മന്ത്രിമാരായ കെ രാജൻ, പി രാജീവ് എന്നിവരൊക്കെയുണ്ട്. ഒപ്പം തന്നെ കേന്ദ്ര മന്ത്രി സുരേഷ് ഗോപിയും ഉണ്ടാകുമെന്നാണ് പ്രദീപ് സൂചിപ്പിച്ച. ജിബിൻ ജെബിയിലേക്ക്. ജിബിൻ, വർക്കലയിൽ അവരുടെ വീട്ടിൽ ഈ വിവരം എപ്പോഴാണ് അറിഞ്ഞത്? നാളെ മൃതദേഹങ്ങൾ എത്തിക്കുന്ന കൂട്ടത്തിൽ വർക്കല സ്വദേശിയുടെ കൂടി ഉണ്ടാകും എന്ന എന്തെങ്കിലും അറിയിപ്പ് കൂടി കിട്ടിയിട്ടുണ്ടോ? കേരളത്തിൽ നിന്നുള്ള 24ാമത്തെ മരണമാണ് ഇപ്പോൾ ഈ വർക്കല സ്വദേശിയുടെ മരണത്തോടുകൂടി സ്ഥിരീകരിച്ചിരിക്കുന്നത്. വർക്ക ഇടവ സ്വദേശിയായിട്ടുള്ള ശ്രീജേഷ് തങ്കപ്പൻ എന്ന് പറയുന്ന യുവാവാണ് ഈ ഒരു അപകടത്തിൽ ഇപ്പോൾ മരണപ്പെട്ടതായി നമുക്ക് വിവരം ലഭിക്കുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ വന്ന ലിസ്റ്റിൽ ഇദ്ദേഹത്തിൻ്റെ പേരുണ്ടായിരുന്നു. പക്ഷേ ഔദ്യോഗിക സ്ഥിരീകരണം വരാത്തത് കൊണ്ടും കുടുംബത്തെ അറിയിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഇത്രയും ഈ ഒരു വിവരം പുറത്തേക്ക് വരുന്നതിന് വേണ്ടി വൈകിയത്. ഈ ശ്രീജേഷ് കഴിഞ്ഞ കുറച്ച് നാളുകളായി അദ്ദേഹം ദുബായിലായിരുന്നു. ഏകദേശം 1.5 ആഴ്ച മുമ്പ്, അതായത് ജൂൺ 6-ാം തീയതിയോട് കൂടിയാണ് ഈ കുവൈറ്റിലെ ഈ ഒരു കമ്പനിയിലേക്ക് എത്തിയതെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതിനു മുമ്പ് അദ്ദേഹം കുറേ കാലങ്ങളായി ദുബായിൽ തന്നെ ജോലി ചെയ്ത് വരികയായിരുന്നു. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് തിരുവനന്തപുരം നെടുമങ്ങാട് പനിക്കോട് സ്വദേശിയായിട്ടുള്ള അരുൺ ബാബുവിൻ്റെ മരണവാർത്തയും എത്തുന്നത്. അരുൺ ബാബു ഏകദേശം 8 വർഷമായിട്ട് അദ്ദേഹം ഈ കുവൈറ്റിൽ ഇതേ കമ്പനിയിൽ തന്നെയാണ് ജോലി ചെയ്തു വന്നിരുന്നത്. ഈ കോവിഡിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം നാട്ടിൽ വരികയും തുടർന്ന് തിരിച്ചു പോകാനാകാതെ അദ്ദേഹത്തിൻ്റെ വിസ ക്യാൻസലാവുന്ന അവസ്ഥയുണ്ടായി. ഇതിനുശേഷമാണ് 7 മാസം മുൻപ് അദ്ദേഹം ഈ ഒരു വിസ, ഇതേ കമ്പനി തന്നെ ഇദ്ദേഹത്തിന് വീണ്ടും വിസ നൽകുകയും സെയിൽസ്മാൻ എന്നുള്ള ജോലിക്ക് അദ്ദേഹം തിരികെ 7 മാസം മുമ്പ് അവിടെ പോയി ജോയിൻ ചെയ്യുകയും ചെയ്തത്. ഈ അരുൺ ബാബുവിൻ്റെ മരണവാർത്തയാണ് ഇന്ന് തിരുവനന്തപുരത്ത് ആദ്യമായി എത്തിയത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് അരുണിൻ്റെ മരണമൊക്കെ തന്നെ സ്ഥിരീകരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായത്. കഴിഞ്ഞ ദിവസം തന്നെ അരുണിനെ ഫോണിൽ വിളിച്ച് കിട്ടാത്ത തരത്തിൽ കുടുംബമൊക്കെ തന്നെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും അരുൺ ഏതെങ്കിലും ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കാം എന്നായിരുന്നു കുടുംബത്തിന്റെ വിശ്വാസം. പക്ഷേ ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ഇവിടുന്ന് മന്ത്രിമാർ അങ്ങോട്ടേക്ക് കൊച്ചിയിലേക്ക് പുറപ്പെട്ടു എന്ന് അറിയുന്നു. ആരൊക്കെയാണ് മുഖ്യമന്ത്രിയെയും അനുഗമിക്കുന്നത്? നാളെ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാൻ കേരളത്തിന്റെ പ്രതിനിധികൾ എന്ന നിലയ്ക്ക് ആരൊക്കെയാണ് അവിടെ ഉണ്ടാവും? കേരളത്തിൽ, അതായത് ഈ മലയാളികളെ മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ കൊച്ചി വിമാനത്താവളത്തിൽ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി, അതോടൊപ്പം തന്നെ മന്ത്രിമാരായിട്ടുള്ള രാജീവ്, പി രാജൻ എന്നീ മന്ത്രിമാരും അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്. 8:30 മണിക്കായിരിക്കും ഈ കൊച്ചി വിമാനത്താവളത്തിൽ മൃതദേഹങ്ങൾ എത്തുക. ആ സമയത്തായിരിക്കും ഈ മൃതദേഹങ്ങൾ സംസ്ഥാന സർക്കാരിനെ പ്രതികരിച്ച് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ 2 മന്ത്രിമാരും ഇപ്പോൾ കേന്ദ്രമന്ത്രിയായിട്ടുള്ള സഹമന്ത്രി സുരേഷ് ഗോപി അവിടെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇവർ ഏറ്റുവാങ്ങുന്ന ഈ മൃതദേഹം 8:30 കൂടി കൊച്ചിയിലെത്തുന്ന മൃതദേഹം അവിടെ നിന്ന് ഏറ്റുവാങ്ങിയതിനു ശേഷം സർക്കാരിൻ്റെ തന്നെ നേതൃത്വത്തിലുള്ള ആംബുലൻസുകളിൽ വിവിധ സ്ഥലങ്ങളിൽ എത്തിക്കും. അതായത് കാസർഗോഡ്, പത്തനംതിട്ട, കൊല്ലം, ഈ തിരുവനന്തപുരത്തൊക്കെ തന്നെയുള്ള മൃതദേഹങ്ങൾ കൊച്ചിയിൽ വന്നതിന് ശേഷമായിരിക്കും ഈ ആംബുലൻസ് മാർഗ്ഗം വീടുകളിലേക്ക് എത്തിക്കുക. എന്തായാലും ഈ തിരുവനന്തപുരത്തുള്ള മൃതദേഹമൊക്കെ തന്നെ 12:30-1 മണിയോട് കൂടി എത്തുമെന്നാണ് ഇപ്പോൾ കുടുംബത്തെ അറിയിച്ചിട്ടുള്ളത്. നെടുമങ്ങാട് സ്വദേശിയുടെ മൃതദേഹം ഏകദേശം 12:30 കൂടി വീട്ടിലെത്തിക്കുമെന്നാണ് അവരെ അറിയിച്ചിട്ടുള്ളത്. ഈ വർക്കല സ്വദേശിയുടെ മരണം ഇപ്പോഴാണ് സ്ഥിരീകരിച്ചത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള വിവരങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതേ ഉള്ളൂ. കുടുംബത്തെ ഔദ്യോഗികമായി ഇപ്പോഴാണ് ഈ മരണ വാർത്ത അറിയിച്ചിട്ടുള്ളത്. എന്തായാലും കുവൈറ്റിൽ മരണപ്പെട്ട ഈ മലയാളികളുടെ മൃതശരീരങ്ങൾ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സർക്കാരിനെ പ്രതിനിധീകരിച്ച് മുഖ്യമന്ത്രിയും മറ്റ് 2 മന്ത്രിമാരും എത്തുമെന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ ഏറ്റവും അവസാനമായി അറിയാൻ സാധിക്കുന്നത്.